ഇന്ന് രാമായണ പാരായണം 9-ാം ദിവസം. വനവാസത്തിനായുള്ള യാത്ര. കൈകേയി രാമനെ കാട്ടിലേക്ക് 14 വർഷം അയക്കണമെന്നും ഭരതന് രാജ്യം നൽകണമെന്നും പറഞ്ഞ നേരം ദശരഥ മഹാരാജാവിന് പരവേശവും വിഷമവുമായി. ആകെ ദുഃഖിതനായി. അഭിഷേകം മുടങ്ങുമെന്ന നിലയായി. ഇതറിഞ്ഞ ലക്ഷ്മണകുമാരൻ കോപാക്രാന്തനായി യുദ്ധം ചെയ്തെങ്കിലും രാമാഭിഷേകം നടത്തണമെന്ന് രാമനോട് പറയുന്നു. എന്നാൽ കോപം നല്ലതല്ലെന്നും അച്ഛന്റെ വാക്ക് മക്കൾ അനുസരിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അച്ഛൻ ദശരഥനെയും അമ്മമാരായ കൗസല്യ, കൈകേയി, സൗമിത്രമാരെയും സമാധാനിപ്പിക്കുകയും വനവാസത്തിന് പുറപ്പെടുകയും ചെയ്യുന്നു. രാമന്റെ കൂടെ ഭാര്യ സീതയും അനുജൻ ലക്ഷ്മണനും യാത്രയാകുന്നു. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മാനസീതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനൂജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാൾ അമ്മയും. ധന്യവസ്ത്രങ്ങളുപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗാഠമായി നോക്കിനാൾ. അങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാൽ മംഗലദേവതാ വല്ലവൻ രാഘവ ലിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ.